വൈകുന്നേരം നിരഞ്ജൻ ഡോക്ടറുടെ ഒ പി ഇല്ലെന്ന് അറിഞ്ഞ സമാധാനത്തിലായിരുന്നു വർഷ. അതിനാൽ അവൾ കൃത്യം 5 മണിക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. മേഘയുടെ ഡ്യൂട്ടി കഴിയുന്നതും 5 മണിക്കാണ്. 5 മണിയായതും വർഷ ധൃതിയിൽ അവിടെ നിന്ന് ഇറങ്ങി. ഹോസ്പിറ്റലിന് പുറത്തെത്തിയതും മേഘയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. ഹലോ പൊന്നു, നീ ഇറങ്ങിയോ? ഇല്ലടി, എന്നെ ഈ ചെകുത്താൻ ഇന്ന് വിടുമെന്ന് തോന്നുന്നില്ലടി. മിക്കവാറും ഒരു 7 മണിയൊക്കെ ആവും. ഞാനേ എല്ലാം വന്നിട്ട് പറയാം, നീ പൊയ്ക്കോ അമ്മു. നിനക്ക് എൻഗേജ്മെൻറ്റിന് പോവാനുള്ളതല്ലേ? അപ്പോൾ നീ വരുന്നില്ലേ? നമ്മൾ ഒരുമിച്ചല്ലേ എവിടെയും പോവാറുള്ളൂ. ഇല്ലടി, ഇന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാ ഞാനും പോണില്ല. വർഷയുടെ സ്വരം അന്നേരം നേർത്തിരുന്നു. അത് മനസ്സിലാക്കിയ മേഘ പറഞ്ഞു, അയ്യോ അത് വേണ്ട, നീ പോയില്ലേലേ അച്ഛനും അമ്മയ്ക്കും അതൊരു സങ്കടാവും, നീ ചെല്ല്. പിന്നെ അമ്മു, നിനക്ക് ഒരു ഓട്ടോയിൽ കയറി പോവാൻ പറ്റുമോ? ലേറ്റായാൽ എനിക്ക് ഓട്ടോ കിട്ടാൻ പാടായിരിക്കും, അതാ. ശരി, സ്കൂട്ടിയുടെ കീ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിച്ചാൽ മതി. എന്നാൽ ഞാൻ പോകുവാണേ, നല്ല മഴക്കോളുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴയുണ്ട്. എന്നാൽ ഞാൻ വെക്കുവാണേ, ബായ് എന്നും പറഞ്ഞ് കോൾ അവസാനിപ്പിച്ചു. സ്കൂട്ടിയുടെ കീ സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്ത് അവൾ അതിവിശാലമായ കോമ്പൗണ്ടിനുള്ളിലൂടെ നടക്കാൻ തുടങ്ങി. മഴ അവളെ ചെറുതായി നനയിച്ചിട്ടുണ്ട്. അവൾ കുടയും എടുത്തിട്ടില്ലായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞതും ഒലീവ് ബ്ലൂ കളറിലുള്ള തൻ്റെ നേഴ്സ് യൂണിഫോമായ പാൻറ്റും ടോപ്പും മാറി രാവിലെ ഉടുത്തിരുന്ന സാരി ഉടുത്തിട്ടാണ് അവൾ പുറത്തിറങ്ങിയത്. ഇളം മഞ്ഞ കളറിലുള്ള ഷിഫോൺ സാരിയായിരുന്നു അവൾ ഉടുത്തിരുന്നത്. അപ്പോഴാണ് നിരഞ്ജൻ്റെ കാർ അതുവഴി കടന്നു പോയത്. മഴയും നനഞ്ഞുകൊണ്ട് പോകുന്ന വർഷയെ കണ്ടിട്ടാവണം അവൻ്റെ കാർ റിവേഴ്സ് വന്ന് അവൾക്കരികിൽ നിർത്തിയത്. മുന്നിൽ നിർത്തിയ വണ്ടിയുടെ ഗ്ലാസ് താഴ്ന്നു വരുന്നതും അതിൽ നിരഞ്ജനാണെന്നും അറിഞ്ഞവൾ ചിരിക്കണോ വേണ്ടയോ എന്ന പോലെ നിന്നു. അവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കി. സാരിയൊക്കെ നനഞ്ഞു ശരീരത്തോട് ഒട്ടിക്കിടപ്പുണ്ട്. അവൻ പെട്ടെന്ന് നോട്ടം പിൻവലിച്ചുകൊണ്ട് ചോദിച്ചു, താൻ എങ്ങോട്ടാ ഈ മഴയത്ത്? അത് സാർ, ഞാൻ വീട്ടിലോട്ട്. താൻ കുടിയൊന്നും എടുക്കാറില്ലേ? ഇല്ല സാർ, ഞാൻ സ്കൂട്ടിയിലാണ് വന്നത്. പൊന്നൂന്, അല്ല കൂട്ടുകാരിക്ക് ഡ്യൂട്ടി കഴിഞ്ഞില്ല, ലേറ്റാവുമെന്ന് പറഞ്ഞു. ലേറ്റായാൽ അവൾക്ക് ഓട്ടോ കിട്ടാൻ പാടായിരിക്കും. അപ്പം ഞാൻ കരുതി ഞാൻ ഓട്ടോ പിടിച്ച് പോവാന്ന്. അവൾ കുറച്ചധികം വിനയത്തോടെ പറഞ്ഞു. അതിന് ഈ മഴയത്തിറങ്ങി നടക്കണോ? തനിക്ക് ബോധമെന്ന് പറയുന്ന ഒന്നില്ലേ? വാ, വന്ന് വണ്ടി കയറ്. എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ സർ, വേണ്ട. പരിചയമില്ലാത്തവരുടെ കൂടെ വണ്ടിയിൽ കയറരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അവൾ നിഷ്കുവായി പറഞ്ഞു. ഓഹോ, അപ്പോൾ ഓട്ടോക്കാരൻ തൻ്റെ കുഞ്ഞമ്മയുടെ മോനായിരിക്കും അല്ലേ? വന്ന് വണ്ടി കയറടി. അവൻ്റെ സംസാരശൈലി മാറിയതും കുട്ടി പേടിച്ച് പിൻസീറ്റ് തുറന്ന് കയറാൻ നോക്കി. ഓ, അപ്പം ഞാൻ തൻ്റെ ഡ്രൈവറാണല്ലോ അല്ലേ? വന്ന് ഫ്രണ്ടിൽ കയറാൻ നോക്ക് അടക്കാക്കുരുവി. എല്ലാവരും തങ്ങളെ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ അറിയാതെ അവൻ്റെ വായിൽ നിന്ന് വന്നതാണ് അതൊക്കെയോ. അടക്കാക്കുരുവിയുടെ അത്രയേ ഉള്ളൂ പെണ്ണ്, അതാണ് അങ്ങനെ വിളിച്ചത്. അവൾ വണ്ടിയിൽ കയറിയിട്ടും അവൻ വണ്ടി എടുക്കുന്നില്ല എന്നറിഞ്ഞ അവൾ ചോദിച്ചു, എന്താ സർ? ഇനി സീറ്റ് ബെൽറ്റ് ഇടാൻ കൂടി ഞാൻ പറഞ്ഞു തരണോ? സോറി സാർ എന്നും പറഞ്ഞ് അവൾ സീറ്റ് ബെൽറ്റ് ഇട്ടതും അവൻ വണ്ടി മുന്നോട്ടെടുത്തു. അവർ ഒരുമിച്ചുള്ള യാത്രയ്ക്ക് മാറ്റുകൂട്ടാനെന്ന വണ്ണം ഒരിളം കാറ്റും ചാറ്റൽ മഴയും കൂട്ടിനുണ്ടായിരുന്നു. അവൾ അവളുടെ വീട്ടിലേക്ക് പോവേണ്ട വഴി അവന് പറഞ്ഞു കൊടുത്തു. മഴയുടെ ശക്തി വൈകാതെ കൂടി വരുന്നുണ്ടായിരുന്നു. മഴയും ആസ്വദിച്ചു പുറത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന അവളിലേക്ക് അവൻ പോലും അറിയാതെ അവൻ്റെ നോട്ടം പാറി വീഴുന്നുണ്ടായിരുന്നു. മഴത്തുള്ളികൾ അകത്തേക്ക് ഉറ്റി വീഴുന്നതിനാൽ അവൻ വണ്ടിയുടെ ഗ്ലാസ് പൊക്കിയതും അവളുടെ മുഖം വാടിയത് അവൻ ശ്രദ്ധിച്ചിരുന്നു. വാടിയ മുഖവുമായി അവൾ അവനെ ഒന്ന് നോക്കി. ഉഫ്, വല്ലാത്ത നോട്ടമായിരുന്നു അത്. അന്നേരം പെണ്ണിനെ അവനങ്ങ് കടിച്ചു തിന്നാൻ തോന്നിപ്പോയി. അത്രയ്ക്കും ഓമനത്തം തുളുമ്പുന്ന നോട്ടായിരുന്നു അത്. ശരിക്കും ഇവൾക്ക് 23 വയസ്സായോ എന്നൊരു തോന്നൽ അവനിലുണ്ടായി. വെള്ളത്തുള്ളികൾ സ്ഥാനം പിടിച്ച ആ കുഞ്ഞു മുഖത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. AC-യുടെ തണുപ്പ് കൊണ്ടാവാം അവളുടെ കണ്ണുകളിൽ പ്രത്യേകതരം പിടച്ചിൽ അവൻ ശ്രദ്ധിച്ചിരുന്നു. കൂടെ പനിനീർ ഇതളുകൾ പോലെയുള്ള അതരങ്ങൾ വിറകൊള്ളുന്നുണ്ടായിരുന്നു. അവൾ ഉടുത്തിരിക്കുന്ന ഇളം മഞ്ഞക്കളറിലുള്ള സാരി അതവളുടെ ഭംഗി ഒന്നുകൂടെ കൂട്ടുന്നുണ്ടെന്ന് അവന് തോന്നി. അവൾ ഇടയ്ക്ക് അവനെ ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. വളരെ മധുരവും കളങ്കവുമില്ലാത്ത ഒരു പുഞ്ചിരി. അത് ശരിക്കും ഒരു മാലാഖയുടേത് പോലെയാണെന്ന് അവന് തോന്നിപ്പോയി. അവളുടെ സുന്ദരമായ കണ്ണുകൾ അവൻ്റെ കണ്ണുകളെ എതിരേൽക്കുമ്പോൾ അവൻ അവളെ നിരീക്ഷിക്കുന്നത് അവൾ മനസ്സിലാക്കിയിരിക്കണം. അവൾ പിന്നെ അവൻ്റെ ഭാഗത്തേക്ക് നോക്കിയതേയില്ല. അന്നേരം അവനറിയാതെ തന്നെ അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. താൻ ഇത്രയും നേരം അവളുടെ സൗന്ദര്യം ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു എന്ന ബോധം വന്ന അവൻ തല മെല്ലെ കുടഞ്ഞു, ചിന്തകളെ പാടെ മായ്ച്ചു കളഞ്ഞു. പെണ്ണിന് ഒടുക്കത്തെ ഗ്ലാമറാണ്. പറഞ്ഞിട്ടെന്ത് കാര്യം, വെളിവും വെള്ളിയാഴ്ചയും ലവലേശവും ഇല്ല. തൻ്റെ ഭാര്യ കോൺസെപ്റ്റിൽ പെടുന്നതാണ് അവളുടെ സൗന്ദര്യവും സ്വഭാവവും. പക്ഷെ എന്ത് ചെയ്യാം,
ഇതുപോലെ കിളി പോയതിനെ കിട്ടിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആ കൊച്ചു കുഞ്ഞിനെ പോലെയുള്ള കൊഞ്ചലും പെരുമാറ്റവും എന്തോ തൻ്റെ മനസ്സിൽ എവിടെയോ ഒരു സ്പാർക്ക് അടിച്ചു തുടങ്ങിയോ എന്നൊരു ഡൗട്ട് അവനിലുണ്ടായി. പ്രത്യേകിച്ച് നേരത്തെ അവൾ വീണ്ടും തൻ്റെ നെറ്റിയിലൊന്ന് നെറ്റിമുട്ടിച്ചോടിയില്ലേ, അന്നേരം ആ ഒരു ഓട്ടം കാണേണ്ടതായിരുന്നു. അവളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് കരുതിയതായിരുന്നു. പക്ഷെ മനസ്സ് വീണ്ടും അവളിലേക്ക് തന്നെ ചാഞ്ചാടുന്നുവോ എന്നൊരു ഡൗട്ട് അവനിലുണ്ടായി. പക്ഷേ തൻ്റെ യഥാർത്ഥ സങ്കല്പം അത് വേറെയാണല്ലോ, അതവൾക്ക് ഉണ്ടാവോ എന്ന് ആര് കണ്ടു അവൻ ചിന്തിച്ചു പോയി. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്ന് വണ്ടി നിന്നത്. വണ്ടി നിന്നപ്പോഴാണ് അവൾ അവനിലേക്ക് നോട്ടം പായിച്ചത്. എന്തു പറ്റി സാർ? അവളിൽ നിന്നും ആ ചോദ്യം വന്നതും അറിയില്ല, ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അവൻ പുറത്തിറങ്ങി. ആളൊഴിഞ്ഞ തിരക്കില്ലാത്ത ഉൾറോഡായിരുന്നു അത്. ഹൈവേയിൽ നല്ല തിരക്കുള്ളതിനാൽ പെട്ടെന്ന് എത്താൻ വേണ്ടി ഷോർട്ട് കട്ട് വഴി തിരഞ്ഞെടുത്തതായിരുന്നു അവൻ. 2 പേർക്കും ഒരു റൂട്ടിൽ കൂടിയായിരുന്നു പോവേണ്ടിയിരുന്നത്. കൂടാതെ പോയിട്ട് അവനൊരു തിരക്കും ഉണ്ടായിരുന്നു. ഹൈവേയിൽ നിന്നും ഈ റോഡിലേക്ക് തിരിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഉണ്ടാവില്ല. അന്നേരം മഴ ഇത്തിരി കുറഞ്ഞിരുന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ നിരഞ്ജനെ കാണാനിട്ടാണ് വർഷ വണ്ടിയിൽ നിന്നും ഇറങ്ങിയത്. അന്നേരാണ് വണ്ടിയുടെ റൈറ്റ് സൈഡിലെ ബാക്ക് വീൽ തൊട്ടു നോക്കുന്നതും മങ്ങിയ മുഖത്തോടെ ടയർ പഞ്ചറായി എന്ന് പറയുന്നതും. അന്നേരാണ് വർഷയുടെ ഓർമ്മകൾ മെല്ലെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോയ ടൈമിലേക്ക് വരുന്നത്. അവൻ തന്നെ മനഃപൂർവ്വം ലഞ്ചിന് വൈകി വിട്ടത് കാരണം അവൾക്കന്ന് കഴിക്കാൻ ചോറ് പോയിട്ട് ഒരു പരിപ്പ് വട പോലും കിട്ടിയില്ല. അവസാനം ബിസ്ക്കറ്റും ലൈസും ചോക്ലേറ്റ്സും ഒക്കെ കഴിച്ചു എങ്ങനെയും വയറിനെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു വരുമ്പോഴാണ് ഡോക്ടേഴ്സിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ ഡോക്ടർ നിരഞ്ജൻ്റെ കാറ് കിടക്കുന്നത് കണ്ടതും പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു. കയ്യിൽ കിട്ടിയ എന്തോ ഒന്നെടുത്ത് കാറിൻ്റെ ടയറിൽ കുത്തി. എന്നിട്ട് ഇപ്പോൾ അവൻ വിളിച്ചപ്പോൾ ചാടിക്കയറി അവൻ്റെ വണ്ടിയിൽ കയറി പോന്നിരിക്കുന്നു. താൻ എന്തൊരു മണ്ടിയാലേ, അവൾ ചിന്തിച്ചു പോയി. ഏത് നേരത്താണാവോ തന്നെ വിളിച്ച് വണ്ടിയിൽ കയറ്റാൻ തോന്നിയത്, അതിൻ്റെയായി കാണുന്നത്. രാവിലെ അമ്പലത്തിൽ വെച്ച് തുടങ്ങിയതാ എൻ്റെ കണ്ടക ശനി. അവൻ അവളെ നോക്കി അതും പറഞ്ഞു. തൻ്റെ ഷർട്ടിൻ്റെ കൈ മുട്ടിന് മേലേക്ക് മടക്കി ഡിക്കിയിൽ നിന്നും സ്റ്റെപ്പ് ടയർ എടുത്ത് നിലത്ത് കുത്തിയിരുന്ന് ടയർ മാറ്റി വെക്കാൻ തുടങ്ങി. ചെറുതായി മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അതിന് ഞാൻ പറഞ്ഞോ എന്നെ വണ്ടിയിൽ കയറ്റാൻ? സാറ് നിർബന്ധിച്ച് കയറ്റിയിട്ട് ഇപ്പോൾ കുറ്റം എനിക്കായോ? അവൾ അതും പറഞ്ഞ് ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. ശരി, പറഞ്ഞത് പിൻവലിച്ചിരിക്കുന്നു, താനിങ്ങ് വന്നേ. എന്നിട്ട് ബാക്ക് സീറ്റിനിടയിലെ ഒരു കവർ കാണും, അതെടുത്ത് തന്നേ എന്ന് പറഞ്ഞ് അവൻ്റെ പ്രവൃത്തി തുടർന്നു. അവൾ താല്പര്യമില്ലാത്ത മട്ടിൽ വന്നു ഡോറും തുറന്നു കുനിഞ്ഞു നിന്ന് സീറ്റിനിടയിൽ തപ്പാൻ തുടങ്ങി. ഇവൾ എന്തായി തപ്പിക്കളിക്കുന്നേ എന്നറിയാനവൻ തല ഉയർത്തി അവളുടെ നേരെ ഒന്ന് നോട്ടം പായിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ കാണുന്നത് അവളുടെ വെളുത്ത ഭംഗിയുള്ള ആലില വയറും അതിലും ഭംഗിയുള്ള നാഭിച്ചുഴിയും. അതിൻ്റെ ഭംഗി ഇരട്ടിപ്പിക്കും വിധം അതിന് കുറച്ച് താഴെയായി കറുത്ത കുഞ്ഞു മറുകും. ഒരു വേള അവൻ ശ്വാസമെടുക്കാൻ പോലും മറന്നിരുന്നു. എന്നും വെളുപ്പാൻ കാലത്ത് അവൻ്റെ ഉറക്കം കെടുത്തിയിരുന്ന ഒരേ ഒരു സ്വപ്നം, അത് നേരിൽ കണ്ടതും അവൻ കുറച്ചു നേരം അറിയാതെ അവനെ നോക്കി നിന്നു പോയി. പിന്നെ ബോധം വന്നതും തല കുടഞ്ഞു നോട്ടം മാറ്റി. അടക്കാക്കുരുവിക്ക് തലക്ക് വെളിവില്ലെന്ന് പറഞ്ഞത് ഇതാണ്. സാമാന്യ ബോധമുള്ള ആരേലും താൻ അവിടെ കുത്തിയിരിക്കുമ്പോൾ അതുപോലെ കുനിയുമോ? എൻ്റെ ദൈവമേ, ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് അവളോട് പറഞ്ഞു, ഇങ്ങോട്ട് മാറിക്കാൻ, ഞാനെടുക്കാം എന്നും പറഞ്ഞ് അവൻ സീറ്റിനിടയിൽ കിടക്കുന്ന കവറും എടുത്ത് അവളെ ഒന്ന് കനപ്പിച്ച് നോക്കി ഡോർ അടച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ ഒരു നിലവിളിയായിരുന്നു കേട്ടത്, മറ്റൊന്നുമല്ലായിരുന്നു. അവൻ ഡോറടക്കാൻ നേരം അവൾ ഡോറിൻ്റെ മുകളിൽ കൈ വെച്ചിട്ടുണ്ടായിരുന്നു, അതവൻ കണ്ടില്ലായിരുന്നു. അവൻ ഡോറടച്ചപ്പോൾ പാവത്തിൻ്റെ കൈ ഡോറിനടിയിൽപ്പെട്ട് ചതഞ്ഞതാണ്. കുറച്ചു നേരം ദൈവത്തിനെയും അമ്മയെയും അച്ഛനെയും കുടുംബക്കാരെയും മൊത്തം വിളിച്ച് നിലവിളിച്ചു. നിലവിളി കഴിഞ്ഞതും പിന്നെ പരിഭവം പറച്ചിലായി. അവനെന്തോ വേണമെന്ന് വെച്ച് ചെയ്തതുപോലെയായിരുന്നു അവളുടെ ആ നേരത്തെ പ്രവർത്തികൾ. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ട്. മൂക്കിൻ തുമ്പൊക്കെ ചുവന്ന് പെണ്ണാകെ ഒരു കോലമായത് കണ്ടതും അവന് ശരിക്കും വിഷമം തോന്നി. അവൾ തൻ്റെ ചതഞ്ഞ കൈയിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണ് നിറച്ച് അവനെ ഒരു നോട്ടം നോക്കി. കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടാവില്ല അതുപോലെ. അന്നേരം അവന് ചിരിയും വിഷമവും ഒരുപോലെ വരുന്നുണ്ടായിരുന്നു. നോക്കട്ടെ, അവൻ ചിരി അടക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു. വേണ്ട, എന്നെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുവിടുമോ? നോക്കട്ടെടോ എന്നും പറഞ്ഞവൻ അവളുടെ കൈ പിടിച്ചു വെച്ച് മുറിവിലേക്ക് നോക്കി. കൈ അത്യാവശ്യം നല്ല പോലെ ചതഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അവളോടത് പറഞ്ഞാൽ അതിൽ പിടിച്ചു തൂങ്ങും എന്നറിയാവുന്നത് കൊണ്ട് അവൻ പറഞ്ഞു, ഓ ഇത്രേ ഉള്ളൂ, ഞാൻ കരുതി വിരൽ തന്നെ അങ്ങ് മുറിച്ചു മാറ്റണമെന്ന്. അത് കേട്ടതും അവൾ ചുണ്ട് കൂർപ്പിച്ചു അവനെ ഒന്ന് നോക്കി. ഇതിന് പറ്റിയ മരുന്ന് എൻ്റെ കയ്യിലുണ്ട്, താൻ വാ എന്നും പറഞ്ഞ് അവളോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. ശേഷം അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. വണ്ടിയുടെ ഡാഷ്ബോർഡിൽ നിന്നും ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് അതിൽ നിന്നും ഒരു ഓയിൻമെൻ്റ് എടുത്ത് അവളുടെ കയ്യിൽ പിടിച്ചു. മുറിവ് പറ്റിയ വിരലിലേക്ക് പുരട്ടാൻ നേരം അവൾ വേദന കൊണ്ട് കൈ പിൻവലിക്കാൻ നോക്കിയെങ്കിലും അവൻ അതിന് അനുവദിക്കാതെ അവളുടെ കൈ ബലമായി പിടിച്ചു വെച്ച് പതിയെ ഊതിക്കൊണ്ട് മരുന്ന് പുരട്ടിക്കൊടുത്തു. അന്നേരം അവളുടെ നോട്ടം അവനിലേക്ക് പാറി വീഴുന്നുണ്ടായിരുന്നു.
രാവിലെ ദൂരെ നിന്ന് നോക്കി ആസ്വദിച്ച സൗന്ദര്യം അവൾ തൊട്ടടുത്ത് നിന്ന് ആസ്വദിച്ചു. കൈ മുറിഞ്ഞാലും വായ് നോട്ടത്തിന് ഒരു കുറവില്ലായിരുന്നു. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അവൾ പെട്ടെന്ന് നോട്ടം പിൻവലിച്ചു. കഴിഞ്ഞു, ഇനി താനിവിടെ ഇരിക്ക്, ഞാൻ ടയർ ശരിയാക്കി വരാമെന്നും പറഞ്ഞു അവൻ വണ്ടിയിൽ നിന്നിറങ്ങി. കുറച്ച് കഴിഞ്ഞതും അവൻ ടയർ മാറ്റി വന്നു വണ്ടി മുന്നോട്ടെടുത്തു. ഇപ്പോൾ വേദന കുറവുണ്ടോ? അവളുടെ വീടത്താരായതും അവൻ തിരക്കി. ഇല്ല സർ, ഒട്ടും കുറവില്ല, ഞാൻ നാളെ ലീവ് എടുത്തോട്ടെ സർ. അതിനവൾക്ക് മറുപടിയായി കത്തുന്ന നോട്ടമാണ് കിട്ടിയത്. അവളെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഇറക്കി അവൻ ധൃതിയിൽ അവിടെ നിന്ന് പോകുന്നത് അവൾ നോക്കിയിരുന്നു. മേഘ ചെകുത്താൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ സമയം 7 മണി കഴിഞ്ഞിരുന്നു. അന്നേരം ഓഫീസിലെ സെക്യൂരിറ്റി ഒഴികെ അവിടുത്തെ ബാക്കി സ്റ്റാഫ്സൊക്കെയും പോയിരുന്നു. അത്ര ലേറ്റായിട്ടും താൻ എങ്ങനെ പോകുമെന്ന് പോലും ചോദിക്കാത്ത അവനെ നന്നായി പ്രാഗിക്കൊണ്ട് അവൾ സ്കൂട്ടി എടുത്ത് വീട്ടിലേക്ക് പോയി. മേഘ വീട്ടിലെത്തിയപ്പോഴേക്കും വർഷയും അമ്മയും അച്ഛനും പാർട്ടിക്ക് പോയിരുന്നു. വർഷയുടെ കസിൻ സിസ്റ്ററുടെ എൻഗേജ്മെൻറ്റ് പാർട്ടി ആയിരുന്നു. ആളൊരു ഡോക്ടറാണ്, ചെക്കനും ഡോക്ടറാണ്. വർഷ പാർട്ടിക്ക് എത്തിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. മോതിരമാറ്റൊക്കെ കഴിഞ്ഞു. ചെറുക്കനും പെണ്ണും സ്റ്റേജിൽ കൂട്ടുകാർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അവരുടെ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞിട്ട് വേണം ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഒപ്പം നിന്ന് കസിൻസും ഒക്കെ ഒത്ത് തനിക്ക് ഫോട്ടോസ് എടുക്കാൻ എന്നും മനസ്സിൽ കരുതി കസിൻസൊക്കെയായി കത്തിയടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇന്നെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടെന്നും നാളെ കഴിഞ്ഞ് പോകുന്നുള്ളൂന്നും പറഞ്ഞ് അവരൊക്കെ വർഷയെ നിൽക്കാൻ നിർബന്ധിക്കുന്നത്. അവൾക്ക് മേഘയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ അവൾക്ക് ചെറിയൊരു പൂതി. ഏറെ നാളുകൾക്ക് ശേഷമാണ് അവൾ കസിൻസിനെയൊക്കെ കാണുന്നത്. ഇന്ന് ജോലിക്ക് കയറിയിട്ട് നാളെ ലീവെടുത്ത സിംഹം തന്നെ കടിച്ചു കീറുമെന്ന് അവൾക്ക് അറിയാഞ്ഞിട്ടല്ല. എന്നാലും ഒന്ന് വിളിച്ചു ചോദിച്ചാലോ? തൻ്റെ കൈക്ക് പരിക്ക് പറ്റിയത് അയാൾ കാരണമല്ലേ? അതുകൊണ്ട് ചെറിയൊരു കുറ്റബോധം കാണും. ആ കുറ്റബോധം ആവിയാവുന്നതിന് മുമ്പ് വിളിച്ചു ചോദിച്ചേക്കാം എന്നും കരുതി ബഹളത്തിൽ നിന്നൊക്കെ ഒഴിവായി അവൾ പുറത്തേക്ക് ഇറങ്ങി നടന്നു. വലത്തെ കൈയിലെ ചൂണ്ടുവിരൽ മുറിഞ്ഞതിനാൽ ഒരു കൈയാലേ ആയിരുന്നു എല്ലാ പ്രവൃത്തികളും. സകല ദൈവങ്ങളെയും വിളിക്കാൻ തുടങ്ങി. ഇതേസമയം നിരഞ്ജൻ തൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് പാർട്ടിക്ക് വേണ്ടി വന്നതായിരുന്നു. അവൻ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങാൻ നേരാണ് പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ റിങ് ചെയ്യുന്നത്. അവൻ ഫോൺ കയ്യിലെടുത്തു. പരിചയമില്ലാത്ത നമ്പറായിരുന്നു. എന്നാലും അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. ഗൗരവം നിറഞ്ഞ ആ ശബ്ദം കേട്ടതും അവൾ ചോദിക്കാൻ വന്ന കാര്യം പോലും മറന്നുപോയിരുന്നു. ഹലോ, ആരാ? അവൻ ഒന്നുകൂടെ ചോദിച്ചു. ഹലോ സാർ, ഞാൻ അമ്മു. അല്ല, വർഷ. അവന് പെട്ടെന്ന് തന്നെ ആളെ മനസ്സിലായി. അവൻ വണ്ടിയിൽ നിന്നിറങ്ങി വണ്ടി ലോക്ക് ചെയ്ത് പതുക്കെ നടന്നുകൊണ്ട് സംസാരം തുടർന്നു. ആ വർഷ, പറ, എങ്ങനെയുണ്ട്? കയ്യിലെ വേദനയൊക്കെ മാറിയല്ലോ അല്ലേ? ഇല്ല സാർ, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. വേദന കാരണം ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് പോലുമില്ല, അവൾ വയ്യായിക നടിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്രയും ചെറിയ മുറിവിന് ബെഡ് റെസ്റ്റോ? തന്നെ സമ്മതിക്കണം കേട്ടോ. ആട്ടെ, ഇപ്പം എന്തിനാ വിളിച്ചത്? അത് സാർ, എനിക്ക് നാളെ ലീവ് തരാൻ പറ്റുമോ? നാളെ ഞാൻ അവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അത് കേട്ടതും അവന് ചൊറിഞ്ഞു കയറി തെറി പറയാൻ ഒരുങ്ങിയതാണ്. പിന്നെ പരിസരബോധം ഓർമ്മ വന്നതും വേണ്ടെന്ന് വെച്ച് കൊണ്ടു പറഞ്ഞു. ഇപ്പം താൻ വെച്ചേ, ഞാൻ ഇത്തിരി ബിസിയാ. സാർ വെക്കല്ലേ, ഇതൊന്ന് പറഞ്ഞിട്ട് പോകുന്നേ പ്ലീസ്. എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ? എനിക്കറിയാം, ഞാൻ രാവിലെ സാറിൻ്റെ നെറ്റി അറിയാതെ പൊട്ടിച്ചതിന് സാർ എൻ്റെ കൈ അറിഞ്ഞുകൊണ്ട് വേണോന്ന് വെച്ച് മനഃപൂർവ്വം ചെയ്തതാ. സാറിനറിയോ, വേദന കാരണം ഞാൻ ഇതുവരെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. ആ നേരത്താണ് കേട്ടോ അതിലെ കൂടി ഒരു സെർവിങ് ബോയ് ഫ്രഷ് ജ്യൂസുമായി പോകുന്നത്. അതിൽ നിന്ന് ഒരു ഗ്ലാസ് എങ്ങനെയോ മറ്റേ കൈ കൊണ്ട് എടുത്ത് ഒന്ന് കുടിച്ച ശേഷം നടത്തം വീണ്ടും തുടർന്നു, കൂടെ സംസാരവും. അതുമല്ല, കുപ്പിന്ന് വന്ന ഭൂതം പോലെയല്ലേ സാർ എന്നെ കൊണ്ട് ഇന്ന് പണിയെടുപ്പിച്ചത്. നോക്കിക്കോ, സാറിനോട് ദൈവം ചോദിക്കും. ഞാൻ വെക്കുവാ സാറേ എന്നും പറഞ്ഞ് സെൻറ്റി അടിച്ച് ഫോൺ കട്ട് ചെയ്തു. ഫോണിലേക്ക് ഒന്നുകൂടി നോട്ടം പായിച്ചു കട്ടായെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് പറഞ്ഞു, മതി, ഇത്രയും മതി. അതും പറഞ്ഞ് തല ഉയർത്താതെ ജ്യൂസും കുടിച്ചു. 2 അടി മുന്നോട്ട് വെച്ചതും ആരെയോ ദേഹത്ത് തട്ടി അവളുടെ കയ്യിലെ ജ്യൂസ് ഗ്ലാസ് താഴെ വീണു. ചുണ്ടിൽ ഇറക്കി പിടിച്ചിരുന്ന സ്ട്രോ അതുപോലെയുണ്ട്. ഭാഗ്യത്തിന് ജ്യൂസ് ദേഹത്തേക്ക് വീണില്ല. തനിക്കെന്താടോ കണ്ണ് കണ്ടൂടെ എന്നും പറഞ്ഞു തല ഉയർത്തി ഒന്ന് നോക്കിയതേ ഓർമ്മയുള്ളൂ. ദേ മുന്നിൽ നിൽക്കുന്നു നമ്മുടെ സിംഹേട്ടൻ. അവൾ ചിരിക്കണോ കരയണോ എന്ന പോലെ അവനൊന്ന് നോക്കി. പെട്ടെന്ന് മുഖം തിരിഞ്ഞു നിന്നു. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു അവളെ ഒന്ന് നോക്കി. അവളുടെ ചുണ്ടോടൊട്ടി കിടക്കുന്ന സ്ട്രോ എടുത്ത് ദൂരെ കളഞ്ഞു. ഇപ്പോഴും സ്ട്രോ അവിടെയുണ്ടെന്ന് അവൾ അറിയുന്നതും അപ്പോഴായിരുന്നു. അവൻ അവളെ അടിമുടിയൊന്ന് നോക്കി. ഓഫ് വൈറ്റിൽ സീക്വൻസ് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത നെറ്റ് പാർട്ടി വെയർ സാരി ആയിരുന്നു അവൾ ധരിച്ചിരുന്നത്. അതിന് മാച്ചാവുന്ന സിമ്പിൾ ഓർണമെൻറ്റ്സും മുടി അല്പം കേൾ ചെയ്ത് ഫ്രീ ആയി വിട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു മാലാഖയെ പോലെ ഉണ്ടായിരുന്നു. പരിസരം മറന്ന് വായി നോക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതി നോട്ടം പിൻവലിച്ചുകൊണ്ട്
മുഖത്ത് സ്ഥിരം സ്ഥായിഭാവം വരുത്തിക്കൊണ്ട് ചോദിച്ചു, ഇതാണോ തൻ്റെ ബെഡ് റെസ്റ്റ്? ആണോന്ന് എന്നും പറഞ്ഞ് അവളെ ഒന്ന് നോക്കിയതും അവളും അന്നേരം ചമ്മിയ മുഖത്തോടെ അവനെ ഒന്ന് നോക്കി ഒരു ഓട്ടം വെച്ചു കൊടുത്തതും അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു നിർത്താൻ നോക്കിയതാണ്. അന്നേരം അവൾ വീഴാൻ പോയതും അവൻ അവളെ വീഴാതെ പിടിച്ചു നിർത്തിയിരുന്നു. അവൻ്റെ മിഴികൾ അന്നേരം അവളുടേതുമായി ഒന്നുടക്കി. അവൻ ഇമച്ചിമ്മാൻ പോലും മറന്നുകൊണ്ട് അവളെ നോക്കി നിന്ന് പോയിരുന്നു. തൻ്റെ നഗ്നമായ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് താങ്ങി പിടിച്ചിരുന്ന അവൻ്റെ ആ കൈയിലെ തണുപ്പ് അനുഭവപ്പെട്ടതും അവളുടെ ശരീരത്തിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു. സർ പ്ലീസ് ആ കൈയൊന്നെടുക്കുമോ? വിറയലോടെയുള്ള അവളുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൻ നോട്ടം പിൻവലിച്ച് അവളെ നേരെ നിർത്തി അവളിൽ നിന്നുള്ള കൈ പിൻവലിച്ചത്. അവളുടെ മേനിയുടെ മൃദുലത തൻ്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളതുപോലെ അവന് തോന്നി. അന്നേരം അവളുടെ മുഖത്ത് നോക്കാൻ എന്തോ ചലിപ്പ് തോന്നി. അവൻ കൃത്രിമ ഗൗരവം നടിച്ചുകൊണ്ട് ചോദിച്ചു, താനെന്താ ഇവിടെ? അത് പിന്നെ പെണ്ണ് എൻ്റെ അമ്മാവൻ്റെ മോളാ. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൻ ധൃതിയിൽ അകത്തേക്ക് നടന്നു പോകുന്നത് വർഷ നോക്കി നിന്നു. സ്റ്റേജിൽ നിൽക്കുന്ന കപ്പിൾസിനൊപ്പവും ഫ്രണ്ട്സിനൊപ്പവും നിന്ന് എന്തൊക്കെയോ പറയുകയും ചിരിക്കുകയും ചെയ്യുന്ന നിരഞ്ജനെ അന്നേരം വർഷം ഒന്ന് നോക്കിപ്പോയി. രാവിലെ മുതൽ ഏറെ പിടിച്ച് നടന്നിരുന്ന അവൻ ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ വിചാരിച്ചു പോയി, സിംഹത്തിന് ഇത്രയും ഭംഗിയായി ചിരിക്കാനൊക്കെ അറിയാമല്ലേ. അവൾ കുറച്ചു നേരം അവനെ വായി നോക്കി. പിന്നെ അവനെ ശ്രദ്ധിക്കാതെ ഒരു പൂമ്പാറ്റയെ പോലെ അവിടെ മുഴുവനും പാറിപ്പറന്ന് നടന്നു. അന്നേരം അവൻ്റെ കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു. കാണും തോറും അവളുടെ ഭംഗി കൂടിക്കൂടി വരുന്നത് പോലെ അവന് തോന്നി. രാവിലെ കണ്ടപ്പോൾ ഇതുപോലൊരു ഫീലിംഗ് അവനില്ലായിരുന്നു. പിന്നെ എപ്പോഴാണ് ഇങ്ങനെയൊക്കെ തോന്നിയതെന്ന് ചോദിച്ചാൽ അവനറിയില്ലായിരുന്നു. അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നിരഞ്ജൻ്റെ മനസ്സ് നിറയെ വർഷയും അവളുമായുള്ള ഇന്നത്തെ മനോഹരമായ നിമിഷങ്ങളുമായിരുന്നു. ഒരിളം പുഞ്ചിരിയോടെ അവൻ ഡ്രൈവ് ചെയ്തു. അതേ പുഞ്ചിരിയോടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴാണ് അമ്മയുടെ മടിയിൽ തലവെച്ച് സുഖമായി കിടന്ന് ഫോൺ നോക്കുന്ന വിഹാനെ കാണുന്നത്. അമ്മയാണെങ്കിൽ ടി വിയിൽ ആകാശദൂത് എന്ന പഴയ മൂവിയുടെ ക്ലൈമാക്സ് സീൻ കണ്ട് കരഞ്ഞു മെഴുകുന്നുണ്ട്. ഒരു കൈയാലെ വിഹാൻ്റെ തല മസാജ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നിരഞ്ജൻ കയറി വരുന്നത്. എൻ്റെ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ സിനിമ ഇത് എത്രാമത്തെ തവണയാണ് കാണുന്നത് പോട്ടെ എന്ന് വെക്കാം, എന്നിട്ടോ ഓരോ തവണ കാണുമ്പോഴും ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കണോ എന്നും പറഞ്ഞ് ടി വിയുടെ റിമോട്ട് എടുത്ത് ചാനൽ മാറ്റി നല്ല അടിപൊളി പാട്ട് വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രയും നേരം കരഞ്ഞതല്ലേ, ഇനി എൻ്റെ അമ്മക്കില്ലേ കുറച്ചു നേരം ഈ പാട്ടൊക്കെ കേൾക്ക് എന്നും പറഞ്ഞു വിഹാനെ എഴുന്നേൽപ്പിച്ചു. അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നു. അമ്മയുടെ കൈയെടുത്ത് അവൻ്റെ തലയിലും വെച്ച് കൊടുത്തു. അങ്ങനെ അമ്മയും മക്കളും കൊച്ചു വർത്താനം പറയുന്നതിനിടയിലാണ് അവരുടെ അച്ഛൻ ശങ്കർ അങ്ങോട്ട് കയറി വരുന്നത്. അയാൾ വന്നതും മക്കളൊക്കെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അയാളോടുള്ള ബഹുമാനം പ്രകടിപ്പിച്ചു. കുറച്ചു നേരം ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അയാൾ നിരഞ്ജനോടായി ചോദിച്ചു, അച്ചു എന്തായി നിന്റെ കാര്യം? ഞങ്ങൾ നിനക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും നാൾ നിന്റെ കോൺസെപ്റ്റ് എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടന്നു. ഇനി അത് നടക്കില്ല. ഇനി നിന്റെ വിവാഹക്കാര്യം ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ്. നിനക്ക് അനുയോജ്യമായ പെണ്ണിനെ ഞാൻ കണ്ടെത്തിയിരിക്കും. ശങ്കർ മഹാദേവൻ്റെ വാക്കുകൾ നിരഞ്ജനെ ചെറുതായി ഞെട്ടിച്ചു. അച്ഛ, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പെണ്ണല്ല എനിക്ക് വേണ്ടത്. എനിക്ക് എൻ്റേതായ ചില സങ്കല്പങ്ങളുണ്ട്. അവിടെ ഞാൻ പണമോ പ്രൊഫഷനോ ഒന്നും നോക്കുന്നില്ല. എന്താ നിൻ്റെ മനസ്സിൽ? അത് തുറന്നു പറ. നിൻ്റെ ആഗ്രഹം പോലെയുള്ള പെണ്ണിനെ തന്നെ ഞങ്ങൾ കണ്ടെത്തി തന്നേക്കാം. നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. അവനന്നേരം ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ എന്താടാ നിൻ്റെ പ്രശ്നം? അച്ഛ, അത് പിന്നെ പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക്. അച്ചു, നിന്നോട് ഞങ്ങൾ പെട്ടെന്ന് കയറി കെട്ടണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനൊരു കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. അവളെ ഒന്ന് കണ്ടു നോക്ക്. നിനക്കിഷ്ടമായാൽ മാത്രം കെട്ടിയാൽ മതി. അയാൾ മകൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും ഇത്രയും നേരം വിടർന്നിരുന്ന അവൻ്റെ മുഖം മങ്ങിയിരുന്നു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അവൻ സമ്മതം മൂളി തൻ്റെ മുറിയിലേക്ക് നടന്നു. അച്ഛനും അമ്മയും തങ്ങൾ മക്കളെ ഇതിനു മുൻപ് ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് അച്ഛൻ ഒരു കാര്യം പറയുന്നത്. അത് നിരസിച്ചാൽ അച്ഛന് വിഷമം വന്നേക്കാം എന്ന് കരുതി അവൻ്റെ ഉള്ളിലെ മാലാഖയെ അവൻ മറന്നു കളയാൻ ശ്രമിച്ചു. എന്താണ് തൻ്റെ മനസ്സിലുള്ള മാരേജ് കോൺസെപ്റ്റ് എന്ന് പലരും ചോദിക്കും. പക്ഷെ അത് മറ്റൊരാളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു. കുട്ടി വിദ്യാസമ്പന്നയായിരിക്കണം, പക്ഷെ അത് കൂടാനും പാടില്ല. താൻ വലിയ സംഭവമാണെന്ന് തോന്നുന്ന ഒരു അഹങ്കാരി പെണ്ണിനെ വേണ്ടതാനും. വലിയ പണക്കാരിയും വേണ്ട, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. പെണ്ണിൻ്റെ മനസ്സിനാണ് സൗന്ദര്യം എന്നൊക്കെ പറയുമെങ്കിലും കെട്ടാൻ പോകുന്ന പെണ്ണ് സുന്ദരിയായിരിക്കണം എന്നാഗ്രഹിക്കാത്ത ആരെങ്കിലും കാണുമോ? അതുപോലെ അവനും പെങ്കൊച്ചൊരു സുന്ദരി കൊച്ചായിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. തനിക്ക് സ്നേഹിക്കാനും പ്രണയിക്കാനും കൊഞ്ചിക്കാനും പറ്റിയൊരു പെണ്ണ്. അതിൻ്റെ കൂടെ ഇത്തിരി റൊമാൻറ്റിക്കുമായിട്ടുള്ള ഒരു പെണ്ണ്. അവൾ ചില സമയങ്ങളിൽ തനിക്ക് ഒരു അമ്മയുടെ സ്നേഹം തരണം. അവളുടെ കളിയും ചിരിയും കൊഞ്ചലും കുസൃതിയും തനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. ചുരുക്കി പറഞ്ഞ വർഷ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം. താൻ പലപ്പോഴായി സ്വപ്നത്തിൽ കണ്ടിരുന്ന ആ അഴകുള്ള വയറും
നാഭിച്ചുഴിയും അതിനരികിലെ കുഞ്ഞു മറുകും. ആ പെണ്ണിനെ തന്നെ തനിക്ക് കിട്ടിയിരുന്നേൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതും പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് ചെന്ന മുഖമടച്ചൊന്ന് കെട്ടും. പെണ്ണിൻ്റെ വയറ് നോക്കി കെട്ടാൻ പറ്റൂടാ പട്ടി എന്ന് വിളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ അച്ഛൻ അറിയില്ലല്ലോ അതുപോലെ ഒരുത്തി തൻ്റെ മുന്നിൽ വന്ന് പെട്ടിട്ടുണ്ടെന്ന്. പക്ഷേ പെണ്ണ് കിളിപോയതാണെന്ന് മാത്രം. താൻ അത്രയും റൊമാൻറ്റിക് ആയിട്ട് നോക്കിയിട്ട് പോലും അടക്കാക്കുരുവിക്ക് കത്തുന്ന മട്ടില്ല. പൊട്ടിക്കാളി. അവളുടെ മനസ്സറിയാതെ അച്ഛനോട് പറയാനും പറ്റില്ല. ഇനിയിപ്പോൾ അവൾ എൻഗേജ്ഡ് ആണോ കമ്മിറ്റഡ് ആണോ എന്ന് ആർക്കറിയാം. അതാണ് അവളുടെ കാര്യം ഒന്നും മിണ്ടാത്തത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ്റെ ആഗ്രഹത്തിന് നിന്ന് കൊടുത്തേ പറ്റൂ. വേണ്ടാത്ത ചിന്തകളെ പാടെ മായ്ച്ചു കളഞ്ഞു അവൻ നിദ്രയെ പുൽകി. പിറ്റേന്ന് രാവിലെ കറക്റ്റ് സമയത്ത് തന്നെ വർഷ ഡ്യൂട്ടിക്ക് എത്തിയിരുന്നു. കറക്റ്റ് 9 മണിക്ക് നിരഞ്ജൻ റൗണ്ട്സിനിറങ്ങി. വർഷയും ശ്വേതയും കൂടെ ഒരു ജൂനിയർ ഡോക്ടറായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്. നിരഞ്ജനെ കണ്ടതും വർഷ അവനെ ഒന്ന് നോക്കി ചിരിച്ചെങ്കിലും അവനത് കണ്ടില്ലെന്ന് നടിച്ചു ഗൗരവത്തിൽ നിന്നതും വർഷയുടെ മുഖം വാടി. അവൾ വിചാരിക്കുകയാണ് ഇന്നലെ കാറിൽ പോവാൻ നേരവും രാത്രി പാർട്ടിക്ക് പോയപ്പോഴൊന്നും കണ്ട ഡോക്ടറെയല്ല തൻ്റെ മുന്നിൽ ഇപ്പോഴുള്ളതെന്ന്. അതിനിടയിലാണ് അവൻ കൈ നീട്ടുന്നത്. സ്വപ്നലോകത്തായിരുന്ന വർഷ അവൻ്റെ കയ്യിൽ അന്നേരം ഫയൽ വെച്ച് കൊടുത്തതും അവൻ കടുപ്പിച്ചൊരു നോട്ടം നോക്കിക്കൊണ്ട് പറഞ്ഞു, ഏത് നേരം ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നടന്നോ? നോൺസെൻസ്. മര്യാദക്കാണേൽ ഇവിടെ ജോലി ചെയ്യാം. ഓരോന്ന് രാവിലെ തന്നെ കുറ്റിയും പറിച്ച് വന്നോളും മനുഷ്യനെ മെനക്കെടുത്താൻ എന്നും കടുപ്പിച്ച് പറഞ്ഞു. ശ്വേതയ്ക്ക് നേരെ കൈ നീട്ടി. ശ്വേത അവൻ്റെ കയ്യിലേക്ക് സാനിറ്റൈസർ ഒഴിച്ചു കൊടുത്തപ്പോഴാണ് അവൻ കൈ നീട്ടിയത് എന്തിനാണെന്ന് പോലും അവൾ അറിയുന്നത്. അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് അവൻ തന്നെ ചീത്ത പറഞ്ഞപ്പോൾ അവൾക്ക് ശരിക്കും സങ്കടം വന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ടപ്പോൾ അവന് വേദന തോന്നിയെങ്കിലും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ശ്വേതയോട് പറഞ്ഞു, ഈ കുട്ടിക്ക് എല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക്. പിന്നെ ശ്വേതയോട് പേഷ്യൻസിനെ പറ്റിയുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്വേതയോട് പറഞ്ഞു. പിന്നെ ഒന്ന് നടന്ന ശേഷം തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, ശ്വേതക്കാണ് ഇന്ന് എൻ്റെ കൂടെ OP ഡ്യൂട്ടി. അതും പറഞ്ഞവൻ ധൃതിയിൽ നടന്നു നീങ്ങി. OP ടൈമിൽ ഓരോ രോഗികളെ പരിശോധിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ വർഷയുടെ നിറഞ്ഞ കണ്ണുകളായിരുന്നു. വഴക്ക് പറഞ്ഞത് വേണമെന്ന് വെച്ചല്ലായിരുന്നു. സാനിറ്റൈസറിന് കൈനീട്ടിയ തൻ്റെ കയ്യിൽ ഫയൽ വെച്ച് തന്നാൽ പിന്നെ എന്താ ചെയ്യുക? ഡ്യൂട്ടി ടൈമിൽ സ്വപ്നം കണ്ടിരുന്ന അത് കണ്ടില്ലെന്ന് നടിക്കാൻ തന്നെ കൊണ്ടാവില്ല. തൻ്റെ മുന്നിൽ അവൾ കുസൃതിയും കാട്ടി വന്നാൽ വീണ്ടും തൻ്റെ മനസ്സ് അവളിലേക്ക് തന്നെ ചായും. അതൊഴിവാക്കാൻ വേണ്ടിയാണ് അവളെ പിണക്കി വിട്ടത്. പിന്നെ അവളിൽ നിന്നും ഒരകലം പാലിക്കണമെന്ന് തോന്നി. അതാണ് ഡ്യൂട്ടിയിൽ മാറ്റം വരുത്തിയത്. അങ്ങനെ 2 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരാന്തയിലൂടെ നടക്കാൻ നേരാണ് മഹേഷ് ഡോക്ടറുമായി സംസാരിക്കുന്ന വർഷയെ അവൻ കാണുന്നത്. 2 പേരും ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. അതുമല്ല പോവാൻ നേരം അവൾക്ക് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തോ ആ കാഴ്ച അവനെ അസ്വസ്ഥനാക്കി. നിരഞ്ജൻ ഡോക്ടർ തൻ്റെ അരികിലൂടെ നടന്നു വരുന്നത് കണ്ടതും വർഷ അവനെ ശ്രദ്ധിക്കാതെ നടന്നു നീങ്ങി. ഇതേ സമയം ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞ് ഡ്യൂട്ടി ടൈം ആയതും മേഘ വിഹാൻ്റെ ക്യാബിനിലെത്തി. അന്നേരം അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. 3 മണിക്ക് ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്നും അതിന് എൻ്റെ കൂടെ താനും വരണമെന്ന് പറഞ്ഞ ആളാണ് ഈ കിടന്ന് ഉറങ്ങുന്നത് എന്ന് കണ്ട മേഘ ഇയാൾ എങ്ങനെ ഉണർത്താന്ന് താടിക്ക് വിരൽ വെച്ചുകൊണ്ട് ചിന്തിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ തൊട്ട് വിളിച്ചാൽ എൻ്റെ സാലറി കട്ട് ചെയ്താലോ എന്ന് കരുതി അവൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. അപ്പോഴാണ് അവിടെ കിടക്കുന്ന ആ മയിൽപ്പീലി അവൾ കാണുന്നത്. അത് കണ്ട് അവളുടെ മുഖം വിടർന്നു. അതെടുത്ത് അവൻ്റെ ചെവിയിലൂടെ മെല്ലെ തഴുകിയതും ഒന്ന് പോ അമ്മ എന്നും പറഞ്ഞ് മൂപ്പര് വീണ്ടും ഉറങ്ങാൻ തുടങ്ങി. അത് ശരി, എന്നാൽ ഇയാൾ ഉണർത്തിയിട്ട് തന്നെ ബാക്കി കാര്യം എന്നും പറഞ്ഞ് അവൾ വീണ്ടും വിക്കിളി കൂട്ടി. ചെവിയിൽ എന്തോ പോലെ ഫീൽ ചെയ്ത് അവൻ ഞെട്ടി എഴുന്നേറ്റു. മുന്നിൽ മയിൽപ്പീലിയുമായി നിൽക്കുന്ന അവളെ കണ്ടതും പിന്നെ പൂര തെറിയായിരുന്നു. തെറി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൻ ഇത്തിരി ആശ്വാസം തോന്നിയത്. തന്നോട് പെർമിഷൻ ഇല്ലാതെ അകത്ത് വരാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ കുറേ നേരം ഡോറിൽ നോക്ക് ചെയ്തിരുന്നു സർ. പിന്നെ മീറ്റിംഗ് ടൈം ആയതുകൊണ്ട് അകത്ത് കയറിയെന്നേ ഉള്ളൂ. അവളത് പറഞ്ഞപ്പോഴാണ് അവൻ മീറ്റിങ്ങിൻ്റെ കാര്യം ഓർക്കുന്നത് പോലും. സർ, ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പെർമിഷൻ ചോദിച്ചിട്ട് അകത്ത് കയറാം. അവളുടെ ആ ചോദ്യം കേട്ടതും അവൻ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്ന് കഥാപ്രസംഗം പറയാതെ വണ്ടി കയറാൻ നോക്ക് എന്നും പറഞ്ഞ് ഡോറും തുറന്ന് ഒറ്റ പോക്കായിരുന്നു.